പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. സെൽഫി ഭ്രാന്ത്, സ്നാപ്ചാറ്റ് ഡിസ്മോർഫിയ, ഇൻസ്റ്റാഗ്രാം ഡിസ്മോർഫിയ, പുതിയ പുതിയ രോഗങ്ങളുടെ പേരുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. സോഷ്യൽ മീഡിയ വൻ പ്രചാരത്തിലായതോടെ എല്ലാവരും ഇപ്പോൾ വാർത്താലേഖകരാണ്, കഥ പറയുന്നവരാണ്, അഭിനയിക്കുന്നവരാണ്, ഡാൻസ് കളിക്കുന്നവരാണ്. എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യാത്ത, എന്തെങ്കിലും ചെയ്യാത്ത ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ, മറ്റത് വളരെ വിരളമായ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ മേഖലയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം തുറന്നു കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലൊരു സോഷ്യലിസമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. അവിടെ ഈ BDD രോഗത്തിൻ്റെ കെണിയിൽപ്പെടുന്നവരെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. BDD രോഗത്തെ മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങൾ, കൂടുതൽ സെൽഫി എടുത്ത് കൂടുതലിട്ട് സൗന്ദര്യമുള്ളവരോടൊപ്പം പോയി നിന്നെടുത്ത് താനും ഏതാണ്ട് അതുപോലെയാണെന്നൊക്കെ ഒരു ധാരണയിൽ അങ്ങനെയുള്ള പല കളികളും അതിൻ്റെ അണ്ടർ കറണ്ടായിട്ട് ഇതിനോടൊപ്പം ഒഴുകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അപ്പിയറൻസ് കൂട്ടാൻ പ്ലാസ്റ്റിക് സർജറിക്ക് പോകുന്നവർ, പ്ലാസ്റ്റിക് സർജറിയൊക്കെ വളരെ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. ഒരു കാര്യമില്ല, സർജറി ചെയ്യുന്ന സർജനെ സംബന്ധിച്ചിടത്തോളം വരുമാനമാണ്. ഏത് മേഖലയിൽ നിൽക്കുന്നവരും വരുമാനം കൂട്ടാനാണ് ആലോചിക്കുക. ഒരു പ്ലാസ്റ്റിക് സർജനോട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതിപ്പോൾ സാറേ ഞാനിപ്പോൾ പറഞ്ഞതാണ്, ഇത് എൻ്റെ കുഴപ്പമൊന്നുമില്ല, അത് സാരില്ല, അവിടെ ഇരിക്കട്ടെ, അത് ചെയ്യുന്നതോടെ കുറച്ച് നാഡീഞരമ്പുകൾക്കൊക്കെ കേടുവരും. പ്ലാസ്റ്റിക് സർജറിക്കും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ധാരാളമുണ്ട്, മരണസാധ്യത പോലും ഉണ്ട്. കേരളത്തിൽ തന്നെ പ്ലാസ്റ്റിക് സർജറിക്ക്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വിധേയരായി മരിച്ചു പോയിട്ടുള്ള കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതല്ലാതെ ഗതികേട് വന്ന കേസുകളും കേട്ടിട്ടുണ്ട്. നല്ലൊരു ശതമാനവും നമ്മൾ കേൾക്കില്ല, അറിയില്ല. മറ്റു പല രോഗങ്ങളുടെ പേരിലൊക്കെ ആയിരിക്കും അവർ മരിക്കുക. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്ത് വിട്ടാൽ അവർ നേരെ അടുത്ത പ്ലാസ്റ്റിക് സർജറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ പിന്നെ ഞാനങ്ങ് ചെയ്തു കൊടുക്കും. ഈ ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും പറയുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാനുള്ള സെൽഫ് വെരിഫിക്കേഷൻ, അതിൻ്റെ ഒരു ആധിക്യം, അതിൻ്റെ ഒരു വിഭ്രാന്തി, ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി. പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ. സൈമൺ ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും. സൈമൺ ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 9496044503 ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്ട്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി വന്നിട്ട് ഇങ്ങനെ നോക്കും, ഞാൻ എങ്ങനെയുണ്ട്, എൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായി, എൻ്റെ ആം ഐ പ്രസൻറ്റബിൾ. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുമായിരുന്നു, നോ 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 യു ആർ നോട്ട് പ്രസൻറ്റബിൾ. എനിക്കെങ്ങനെയാണ് എൻ്റെ സുഹൃത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ച് കളിയാക്കുമായിരുന്നു. കൂട്ടുകാരിക്ക് ബോയ് ഫ്രണ്ടിനെ കിട്ടി, ഈ കുട്ടിക്ക് കിട്ടുന്നില്ല. അവൾ കാരണം കണ്ടുപിടിച്ചത് അവളുടെ മുടി അത്ര ഭംഗിയല്ല, അവളുടെ മുഖം കോലൻ മുഖമാണ്. അതുകൊണ്ടാണ് ബോയ് ഫ്രണ്ട്സിനെ എനിക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. തീർന്നു ആ പെൺകുട്ടിയുടെ കാര്യം, കഷ്ടമാവും. അതേപോലെ കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള അവഗണന, കുടുംബത്തിൽ നിന്നായാലും അതിനെ ചൈൽഡ്ഹുഡ് ട്രോമ എന്നാണ് പറയുക. ഇപ്പോൾ മൊത്തത്തിൽ ഇതൊരു ബയോ സൈക്കോ സോഷ്യൽ പ്രോബ്ലമാണ്. ജനിതകമായിട്ട് ഓരോരുത്തരുടെയും ശരീരത്തിന് ഓരോരോ പ്രയാസങ്ങളുണ്ടാകും, വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാം ഒരേപോലെ ഇരിക്കില്ല. എല്ലാവരും പ്രശസ്തയായ മിസ് ഇന്ത്യയെ പോലെയോ മിസ് സൗത്ത് ഇന്ത്യയെ പോലെയോ മിസ് വേൾഡിനെ പോലെയോ ഇരിക്കില്ല.
ജനിതകമായ കാരണങ്ങൾ ഇതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഡെവലപ്മെൻ്റലായിട്ടുള്ള കാരണങ്ങളുണ്ട്, വളർച്ചയുടെ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ആൺകുട്ടികൾക്ക് ശബ്ദം മാറും, കുട്ടിക്കാലത്തൊരു ശബ്ദം, പിന്നെ ആ ശബ്ദം പതറുന്നൊരു ഘട്ടം, അത് കഴിഞ്ഞ് തെളിയുന്നൊരു ഘട്ടം. ഈ പതറുന്ന ഘട്ടത്തിൽ തൻ്റെ ഒച്ച പോയി, താനിങ്ങനെ ആയിപ്പോയി, തൻ്റെ സൗണ്ട് മറ്റുള്ളവർക്ക് അപ്പീലിംഗ് അല്ല, സോഷ്യൽ മീഡിയയിൽ വരാൻ കഴിയുന്നില്ല എന്നൊക്കെ കരുതി പരിഭ്രാന്തി പിടിച്ചാൽ എന്താ ചെയ്യുക? അതുപോലെ മുഖക്കുരു വരുന്നൊരു കാലമുണ്ട്. തെറ്റായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുകയും ചെയ്യും. അതിനെക്കുറിച്ച് വേവലാതി പിടിച്ചാൽ എന്ത് ചെയ്യും? സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറലായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട്. BDDയെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ പല യൂണിവേഴ്സിറ്റികളും ഇക്കാര്യത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ പബ്മെഡിൽ കയറിയാൽ നിങ്ങൾക്ക് കുറേ കണക്കുകൾ കിട്ടും. അപ്പം അതിൽ ഹെറിറ്റബിലിറ്റി 43% സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാരിദ്ര്യവും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദാരിദ്ര്യത്തെ പോലെ തന്നെ സമ്പന്നതയും ഇതിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ മുന്നിൽ BDD രോഗത്തിന് ഒരു കുറവൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ സമ്പന്നതയിലാണ് ഇത് ഭീകരമാകുന്നത്. കയ്യിൽ കാശും കൂടിയുണ്ട്, എന്നാൽ പിന്നെ അതങ്ങ് ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് പോയാൽ പോരെ, കുറച്ച് സൗന്ദര്യവർദ്ധക ഏർപ്പാടുകൾ ചെയ്താൽ പോരെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പോരെ. ഇങ്ങനെയുള്ള ചിന്തകളും അത്തരത്തിലുള്ള പോക്കുകളും അതിൻ്റെ അപകടങ്ങൾ, അവിടെയാണ് വിഷയങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടെ, സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതോടെ പലരും വഷളാകുകയാണ് ചെയ്യുന്നത്. അതോടെയാണ് സമ്പന്നരിൽ നല്ലൊരു ഭാഗവും BDD പിടിക്കുന്നവർ ആത്മഹത്യയിലേക്ക് വീഴുന്നത്. അപ്പോൾ വീണ്ടും ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ, ജീവിതം കൊണ്ട് നമുക്ക് നേടേണ്ടത് എന്താണ്, അതിൻ്റെ ആദർശപരമായ ഭാഗങ്ങളിലേക്ക് നാം ശ്രദ്ധ ഊന്നാതെ പ്രകടനപരമായ ഭാഗങ്ങൾക്ക് ശ്രദ്ധ കൊടുത്താൽ, അതിൽ കുടുങ്ങിപ്പോയാൽ അപകടമുറപ്പാണ്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദമായി ചില കാര്യങ്ങൾ കാണാം. നന്ദി, നമസ്കാരം.